നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് വെച്ച് എടുക്കാം. ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, മനസ്സിൽ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് അവർക്ക് ഫീലിങ്സ് ഉണ്ട് എന്നൊക്കെ. എനിക്കറിയാം. ഓക്കെ, എല്ലാവരെയും ചോദ്യം ഇതാണ്, മനസ്സിൽ എങ്ങനെയൊക്കെ ഉണ്ട്, കാര്യങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ പുറമേ ഒന്നും കാണുന്നില്ലല്ലോ എന്ന്, അല്ലേ? അപ്പം നമുക്ക് അവർ പുറത്ത് കാണിക്കുന്ന എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന എന്താണ്, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുന്നത് എന്നുള്ള കാര്യങ്ങൾ, പ്ലസ് അവർ എന്തുകൊണ്ട് അങ്ങനെ നിങ്ങളോട് ഓപ്പണായിട്ട് സ്നേഹം കാണിക്കാതെ ബിഹേവ് ചെയ്യാതെ എന്താണ് അങ്ങനെ ചെയ്യുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. അതിനുള്ള റീസൺ ഒന്ന് നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരം കിട്ടാൻ പോലെ. ഓക്കെ, നിങ്ങളുടെയൊക്കെ ചോദ്യം എപ്പോഴും അതാ വരിക. നമ്മൾ പറയും റീഡിങ്ങിൽ കാണുന്നത് മനസ്സിൽ ഓക്കെ ഫീലിങ്സ് ഉണ്ട് എന്നൊക്കെ പറയും, പക്ഷെ പുറത്തൊന്നും കാണിക്കുന്നുണ്ടാവില്ല, അല്ലേ? നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് ഡീപ്പ് ഫീലിങ്സ് എടുക്കാം ഞാൻ ആദ്യം, എന്നിട്ട് അതിനെ പുറത്ത് കാണിക്കുന്നത് നമുക്ക് നോക്കിയിട്ട് നമ്മൾ ബാക്കി അങ്ങനെ ഒരു ഫ്ലോയിൽ പോവാം. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സൻ്റെ ആദ്യം ഡീപ്പ് ഫീലിങ്സ്, മനസ്സിൽ ഡീപ്പ് ഫീലിങ്സ് വോട്ട് ആർ ദേ? ഓക്കെ, കൂടുതൽ എടുക്കുന്നില്ല. ഓക്കെ, വെരി നൈസ്. സി അഗൈൻ ഇവിടെ ഡീപ്പ് ഫീലിങ്സിൽ നോക്കുന്ന സമയത്ത് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ലോണം മിസ്സിങ് എനർജി ഉണ്ട് എന്ന് മാത്രമല്ല, അവർ ശരിക്കും നിങ്ങളെ ആ ഒരു നിങ്ങളത് കുറേ നേരത്തെ തന്നെ അറിയുമായിരിക്കും. ഓക്കെ, മേ ബി നിങ്ങൾ ചെറുപ്പം തൊട്ട് അറിയുന്നവരായിരിക്കാം. ഇതൊരു പാസ്റ്റ് ലൈഫ് കൂടിയാണ് നമ്മൾ കാണിക്കാറ്. ബട്ട് ഓക്കെ, നമ്മളിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ അറിയുന്നവരായിരിക്കും, കുറേ വർഷമായിട്ട് അറിയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം. നിങ്ങൾ തമ്മിൽ അത്രയും ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എന്ന രീതിക്കാണ് കാണുന്നത്. എൻ്റെ അത് അവർ തീർച്ചയായിട്ടും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു വളരെ ഒരു നമ്മൾ പറയില്ലേ അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക് വരുന്നത്. ഞാനിവിടെ 9 of Cups ആൻഡ് 4 of Wands ഒക്കെ ഉണ്ട്. സോ ഇവിടെ കാണുന്നത് യെസ്, നിങ്ങൾ അവരുടെ ഒരു സന്തോഷമാണ് എന്നാണ് കാണുന്നത്. നിങ്ങൾ അവരൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന രീതിക്കാണ് നമ്മൾ പറയാം. 4 of Wands പറയുന്നത് മാരേജ് കാർഡാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റിയുടെ കാർഡാണ്. ഓക്കെ, നിങ്ങളെ അവർ ഫീൽ ചെയ്യുന്നത് എൻ്റെ നമ്മൾ പറയും ഒരാൾ യു ആർ മൈ ഹോം എന്ന് പറയും. അതായത് നമ്മൾ അത്രയും യു ആർ ലൈക്ക് ഹോം ടു മീ എന്ന് പറയും. അതായത് നമ്മൾ അത്രയും അവരോട് ആ കംഫർട്ട് ഫീൽ ചെയ്യുന്നതാണ്. എൻ്റെ വീട്, എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം എന്ന രീതിക്ക് അത്രയ്ക്കും ആ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഇവിടെ. സോ 4 of Wands എനർജി അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇവിടെ 7 of Wands ഇടയിൽ വന്നിട്ടുണ്ട്. സോ എവിടെയോ നിങ്ങളുടെ പേഴ്സൺ അറിയാം ദറ്റ് അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ ഒരു ആഗ്രഹമുണ്ട് എന്ന രീതിക്ക് പറയാം. കാരണം നിങ്ങൾ അവരെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ അവർക്ക് സന്തോഷം കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ അവർക്ക് ഒരുപാട് അവരുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന വ്യക്തിയാണ്. നിങ്ങളുമായിട്ടൊരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നത് വളരെ ഞാനത് എടുക്കേണ്ടെന്ന് വിചാരിച്ചാൽ ബട്ട് ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. സോ ഫീലിങ്സ് വൈസ് ഞാൻ പറഞ്ഞു ഡീപ്പ് ഫീലിങ്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ മനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്. ലേഡി ആയാലും ജെൻസ് ആയാലും നിങ്ങൾ അങ്ങോട്ട് മാറ്റിയെടുത്തോളൂ. ഓക്കെ, സോ ക്വീൻ ഓഫ് കപ്സ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് തരുന്ന സ്ഥാനം വളരെ വലുതാണ് അവരുടെ മനസ്സിൽ. ഓക്കെ, അവർക്ക് ആ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആരോടെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങളോടാണ്. തീർച്ചയായിട്ടും വേറെ ഈ ഡെക്കിൽ വേറെ ക്വീൻ ഓഫ് കപ്സ് ഇല്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. സോ നിങ്ങളാണ് അവരുടെ മനസ്സിൽ ഏറ്റവും പ്രയോറിറ്റി, അല്ലെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളോടാണ് അവർക്ക്. ബട്ട് ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യം കാണുന്നുണ്ട്. സോ മേ ബി തേർഡ് പാർട്ടി എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ രീതിയിൽ മേ ബി അവർ ഒരു വിഷമം എന്നിട്ട് കണ്ടു ഞാനിവിടെ വെച്ചു എന്ന് മാത്രം. ഓക്കെ, വിൽ സീ വൈ എന്തുകൊണ്ടാണ് ആ തേർഡ് ഇത് വന്നാൽ നോക്കാം നമുക്ക്. മേ ബി നിങ്ങളെ വേദനിപ്പിച്ചായിരിക്കാം, അല്ലെങ്കിൽ അവർ സ്വയം വേദനിക്കുന്നു എന്ന രീതിക്ക് എവിടെയോ ഒരു മനസ്സിലൊരു വിഷമമുണ്ട് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഓക്കെ, ഇനി അവർ പുറമേ കാണിക്കുന്നത് എന്താ നോക്കാം. ഓക്കെ, ബട്ട് നിങ്ങളോട് ഈ ഫീലിങ്സ് ഒന്നും നിങ്ങളോട് തുറന്നു പറയാതെ പുറത്ത് എന്താ കാണിക്കുന്നത്, ലെറ്റ്സ് സീ. Page of Pentacles, Temperance, King of Wands energy, Page of Cups energy, Ten of Swords. Okay, ഒരു കാർഡ് ക്ലാരിഫിക്കേഷൻ. സി അവർ നിങ്ങളുടെ മുമ്പിൽ ഇതൊന്നും കാണിക്കുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അവർ അപ്രോച്ച് അവരെ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒരു പ്രാക്ടിക്കലായിട്ടൊരു ബന്ധം വെക്കുന്ന പോലെയാണ് അവർ കാണിക്കുന്നത്. അതായത് മെസ്സേജ് ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഒരു ഹായ് ഹലോ ഹൗ ആർ യു എന്ന രീതിക്ക്, അല്ലെങ്കിൽ ഒരു നമ്മൾ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാം, വെറുതെ വിളിച്ച് നമ്മൾ പറയില്ലേ ഒരു ആരോ അറിയുന്ന ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു പെരുമാറ്റമായിരിക്കും നിങ്ങൾ കാണുന്നത്. എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഭാഗമൊന്നും നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ആൻഡ് ഇവിടെ ടെമ്പറൻസ് കാണുന്നുണ്ട്. സോ റിലേഷൻഷിപ്പ് അവർ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ശരിയാണ്. ഓക്കെ, ബട്ട് എവിടെയോ നിങ്ങൾക്കത് മാനേജ് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് തോന്നുന്നത് ഇവർ
ശരിക്കും അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല, പക്ഷെ നമ്മൾ പറയില്ലേ നിലനിർത്താൻ വേണ്ടി വെറുതെ എന്തോ കാണിക്കുന്നു എന്ന രീതിക്ക്. ഐ തിങ്ക് നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എൻ്റെ അവർ കാണിക്കുന്നതും അങ്ങനെയാണ്. ഓക്കെ, എനിക്ക് നിങ്ങൾ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിക്കൊക്കെ കാണിക്കുന്നുണ്ടാവും. വളരെ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന രീതിക്ക് അറിയാം. അവരുടെ ഉള്ളിൽ ഇത്ര ഇമോഷൻസ് ഉണ്ട് എന്നുള്ളതൊന്നും നിങ്ങൾ അറിയില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവില്ല. ചില സമയത്ത് കുറച്ച് പേർക്ക് ഞാൻ പറയുന്ന എനിക്കിവിടെ തോന്നുന്നത് നിങ്ങൾ തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് കൂടുതലുണ്ടാവാം. ഓക്കെ, ബട്ട് ആ ഫിസിക്കൽ റിലേഷൻഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി നിങ്ങളുടെ അടുത്ത് അവർ അകന്ന് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, കാരണം ആ പാഷൻ ഉണ്ട് അവർക്ക്, ആ പാഷനേറ്റ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. ബട്ട് മേ ബി എവിടെയോ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ആ ഒരു നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യൽ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് കാണാറില്ല. അതെല്ലാം വളരെ ലോ ലെവലാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ മെസ്സേജസ് ഉണ്ട് കുറച്ചൊക്കെ, ബട്ട് അത് ചെറിയ ലെവലിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആക്ച്വലി ഇത്രയും ഡീപ്പ് ഫീലിങ്സ് ഉള്ളിലുണ്ട് എന്നുള്ളത് പുറമേ വരുന്നില്ല. പുറമേ അവർ കാണിക്കുന്നത് ചിലപ്പോൾ അതൊരു പാഷനേറ്റ് ആയിട്ടായിരിക്കാം കാണിക്കുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണ് ഒരു ജലസ് എന്ന് പറയുന്നില്ല, നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്താൻ ശ്രമിക്കുന്ന ഒരു എനർജി വരുന്നുണ്ട്. യാ, സോ എവിടെയോ ഓവറോൾ അവരുടെ ഭാഗത്തുനിന്ന് പുറത്ത് നിങ്ങൾക്ക് കാണുന്നത് അതിൻ്റെ ഇവിടെ ഏസ് ഓഫ് സോഡ്സ് ഒക്കെയാണ്. ഏസ് ഓഫ് സോഡ്സ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുമ്പോൾ ഒരു വളരെ ചെറിയൊരു സംസാരം, കുറച്ച് സംസാരം, അല്ലെങ്കിൽ ചെറിയൊരു ഫ്രണ്ട്ലി ലെവലിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ പാഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തമ്മിൽ ഫിസിക്കലായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ വീണ്ടും പേഴ്സൺ ഒന്ന് വിഡ്രോ ചെയ്യുന്ന തരത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അല്ലാതെ ഒരു റൊമാൻറ്റിക് ആയിട്ടോ ഒരു മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ദാറ്റ് ഇത് ഡീപ്പ് ഫീലിങ്സ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. കുറച്ചുകൂടെ അവരെ പുറമേ കാണിക്കുന്നതിന് എടുക്കാം. വാട്ട് ഡു ദേ ഷോ യു? ക്വീൻ ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് സോർഡ്സ്, 7 ഓഫ് സോർഡ്സ്, 8 ഓഫ് കപ്സ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളടുത്ത് മാറി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളെ വിട്ട് മാറിപ്പോയി കാണാം കുറച്ച് പേർക്ക്. ഇവിടെ അഗെയിൻ നിങ്ങൾ ക്വീൻ ഓഫ് വാൻഡ്സ് എനർജിയിലാണ്. ഓക്കെ, സോ അപ്പോൾ അഗെയിൻ ഇവിടെ നിങ്ങൾ തമ്മിലൊരു കപ്പിൾ എന്ന എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. സോ യെസ്, അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല, അത് മനസ്സിലാക്കാം. ഫീലിങ്സ് ഉണ്ട് അവർക്ക്, പക്ഷെ ഇവിടെ അവർ കാണിക്കുന്നില്ല അത്. ഓക്കെ, ഇവിടെ അഗൈൻ പേജ് ഓഫ് സോർട്സ് നിങ്ങളെ മേലെ കണ്ണ് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. ഓക്കെ, മാത്രമല്ല ഇവിടെ ചിലപ്പോൾ നിങ്ങളോട് ക്ലാരിറ്റി തരുന്നില്ല, നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നില്ല അതെന്താണ് ഈ സിറ്റുവേഷൻ എന്ന് നിങ്ങൾക്ക് ഒന്നും പറയാതെ ഇങ്ങനെ ഒരു എല്ലാം ഇങ്ങനെ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. 7 ഓഫ് സോർട്സ് ഉണ്ട്, ഒരു അവോയ്ഡിങ് എനർജി ഉണ്ട്. ചിലപ്പോൾ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നടക്കുക, മാറി നടക്കുക, അല്ലെങ്കിൽ നിങ്ങളോട് സീക്രട്ട് വെക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ദാറ്റ് കാര്യങ്ങൾ തുറന്ന് പറയുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം. കുറേ വേറെ എന്തെങ്കിലും മറിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നാം. സോ ഇവിടെ നിങ്ങൾ ചതിക്കപ്പെടുവാണോ എന്ന് നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ഡൗട്ട് കയറി വരുന്ന പോലെയാണ്. അങ്ങനത്തെയാണ് അവരുടെ ബിഹേവിയർ എന്നാണ് പറയുന്നത്. ഓക്കെ, അവരങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. അവർ നിങ്ങളോട് പലതും തുറന്നു പറയാതെ മറച്ചു വെച്ച് ചില കാര്യങ്ങൾ എവിടെയെങ്കിലും പോകുന്നതോ പറയുന്നത് അങ്ങനെ പലതും നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. എൻ്റെ ഇവിടെ 8 ഓഫ് കപ്സ് കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങളെ വിട്ട് നിൽക്കുന്ന എനർജി ഉണ്ട്, സെപ്പറേഷൻ എനർജി ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ മേ ബി അങ്ങനെ ഒരു എനർജിയിൽ അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും സ്നേഹമുള്ള വ്യക്തി പിന്നെ എന്തിനാ മാറി നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, ബട്ട് ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വൈ ഡോണ്ട് ദേ ഓപ്പൺ അപ്പ്? എന്തുകൊണ്ടാണ് അവർ മനസ്സ് ഓപ്പൺ ആക്കിയിട്ട് തുറന്ന് പറയാത്തത്? എന്തുകൊണ്ടാണ് അവർ തുറന്ന് പറയാത്തത്? വേൾഡ്, 5 wands, 9 of wands, King of Pentacles, Hierophant. Again, same thing. ചില എല്ലാ കാര്യങ്ങളും അവർ തുറന്ന് പറയുന്നില്ല. അവർ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഇവിടെ ഒരല്പം ഡിസ്റ്റൻസ് വെക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി അതുണ്ട്. ഓക്കെ, ഇവിടെ വേൾഡ് പറയുമ്പോൾ എനിക്കൊരു എൻഡിങ്ങിൻ്റെ രീതിയാണ്. അതായത് എനിക്ക് അവർക്ക് തോന്നൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളോട് തുറന്ന് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ ഇത് സിറ്റുവേഷൻ ചിലപ്പോൾ വിട്ടുപോയാലോ എന്നൊരു തോന്നലുള്ള പോലെയാണ്. എനിക്ക് അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഓക്കെ, എവിടെയോ അവസാനിച്ചാലോ എന്നൊരു തോന്നൽ. മെയിൻലി ആ ഒരു കാര്യമാണ് എനിക്ക് വന്നത്. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ അവരെ വല്ല ട്രോമാസ് ആയിരിക്കാം, അങ്ങനെ അവർക്ക് പാസ്റ്റ് വല്ല എക്സ്പീരിയൻസസ് അങ്ങനെ ഉണ്ടാവാം. എന്നിട്ട് അവർ ലൈഫിൽ അങ്ങനെ വല്ലതും സംഭവിച്ചു കാണും. എന്നിട്ട് അവർ ആരോടെങ്കിലും ക്ലോസ് ആയി കഴിയുമ്പോൾ അവരെ വിട്ട് പോയി എന്ന രീതിയിൽ. ഓക്കെ, അതിപ്പോൾ ആരും ആവാട്ടോ. ഓക്കെ, അങ്ങനത്തെ ചില ട്രോമാസ് അവരോട് കിടക്കുന്നുണ്ടാവും. അത് ഇവിടെയോ ഒരു എൻഡിങ്ങിനെ പേടിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ആ ഒരു എൻഡിങ്ങിനോടുള്ള ഒരു പേടി, നിങ്ങൾ തമ്മിൽ അടുത്ത് കഴിഞ്ഞാൽ എൻഡായി പോവോ എന്നുള്ളൊരു പേടി. അല്ലെങ്കിൽ ഓക്കെ, എൻ്റെ ഇവിടെ 5 of wands ഉണ്ട്. കോമ്പറ്റീഷൻ്റെ കാര്യം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഗോസിപ്പിൻ്റെയൊക്കെ കാര്യം. ഓക്കെ, മേ ബി അവർക്ക് പേടി ഉണ്ടാവും ദാറ്റ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആരെങ്കിലും ഗോസിപ്പ് ചെയ്യുമോ എന്നൊക്കെയുള്ള പേടികളുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം. സോ അങ്ങനത്തെ ഒരു എനർജിയും ഫീൽ ചെയ്യുന്നുണ്ട്. കോമ്പറ്റീഷൻ എനർജി അല്ല ഇത്, കൂടുതലും
മേ ബി ഓക്കെ അവരുടെ ലൈഫിൽ വേറെ പ്രയോറിറ്റീസ് ഉണ്ട് എന്ന രീതിക്കുമായിരിക്കാം കിങ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. സോ ഇവിടെ അവർ മാരീഡ് അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ്, സോ അങ്ങനത്തെ ഒരു മാരേജ് സിറ്റുവേഷൻ കൂടി എനിക്ക് കാണുന്നുണ്ട്. ഹെർഫൻഡും ഉണ്ട്, കിങ് ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. സോ കുറച്ച് പേർക്ക് ട്രഡീഷൻ മാരേജ് എന്ന രീതിക്ക് കാണുന്നുണ്ട്, അല്ലെങ്കിൽ റിലീജിയൻ വേറെ ആയിരിക്കാം. സോ ആ ഒരു റീസണും ഉണ്ട്. ദാറ്റ് അവർക്കൊരു പേടിയുണ്ട്, ദാറ്റ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് അറിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന രീതിക്ക് ഒരു തോന്നൽ. സോ അങ്ങനത്തെ ഒരു കാര്യം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം നിങ്ങൾ തമ്മിൽ, ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ. സോ അതൊക്കെ അവർക്ക് ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ വരും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടി പോകും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തന്നെ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ എൻഡായി പോകും എന്ന രീതിക്ക് ഒരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ബൗണ്ടറി വെച്ച് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഒരു 9 ഓഫ് wands ആണ്. സോ ബൗണ്ടറി വെച്ച് നിൽക്കുകയാണ്. നിങ്ങളെപ്പോഴും ഒരു പരിധിയിലപ്പുറം അടുക്കാൻ അവർ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ തന്നെ സ്വയം ഒന്ന് അകന്ന് നിൽക്കുന്ന രീതിയിലുള്ള എനർജിയാണ്. എൻ്റെ ഇവിടെ കിങ് ഓഫ് പെന്റിക്കിൾസും ഹെർഫൻഡും പറയുന്നത് യെസ്, അവർ ഒന്നുമില്ലെങ്കിൽ അവർ മാരീഡ് അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ്, സോറി രണ്ടുപേരും ആവാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പ്ലസ് ഇവിടെ അവർക്കൊരു കൺട്രോൾ വെക്കാൻ ശ്രമിക്കുന്ന പോലെ, ഞാൻ നേരത്തെ പറഞ്ഞു, അവരെവിടെയോ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് സിറ്റുവേഷൻ അവരുടെ ഒരു കൺട്രോളിൽ നിൽക്കണം എന്ന രീതിക്ക്. അതായത് നിങ്ങൾ ആയിട്ടുള്ള ബന്ധം അവർക്ക് നഷ്ടപ്പെടാനും വയ്യ, അറ്റ് ദ സെയിം ടൈം വേണം, പക്ഷെ അവരുടെ ഒരു രീതിക്ക് വേണം. ഓക്കെ, അവർ ആഗ്രഹിക്കുന്ന പോലെ വേണം, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന പോലെ വേണം എന്നൊരു ചിന്തയുണ്ട്. പ്ലസ് അവർക്ക് സൊസൈറ്റിയുടെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അവർ മറ്റുള്ളവരെ മുമ്പിൽ അവരുടെ ഒരു മാന്യത, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള മറ്റുള്ളവരെ മറ്റുള്ളവരെ മുമ്പിൽ താഴാനുള്ള ഒരു ഇടവരരുത്, മോശപ്പെടാനുള്ള അവസരം വരരുത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. അതിൻ്റെ ഇവിടെ നിങ്ങൾ സീക്രട്ടാക്കി വെക്കാൻ ശ്രമിക്കുന്നതുമായിരിക്കാം റിലേഷൻഷിപ്പിനെ, അതുകൊണ്ടുമായിരിക്കാം. നൈറ്റ് ഓഫ് കപ്സ് എനർജി ഉണ്ട്. സോ യെസ്, അവിടെ ഫീലിങ്സ് കാണുന്നുണ്ട് എനിക്ക്. വേറെന്താണ് റീസൺ, മറച്ചു വെക്കാനുള്ള റീസൺ എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഫീലിങ്സ് തുറന്ന എന്തുകൊണ്ടാണ് പറയാത്തത്. ഡബിൾ എനർജി. കുറച്ചൊക്കെ അവരുടെ ഒരു നെഗറ്റീവ് ബിഹേവിയർ ആണിത്, കുറച്ചൊക്കെ. ഓക്കെ, കാരണം അവർക്ക് അറിയാം അവർ ന്യായമല്ല നിങ്ങളോട് ചെയ്യുന്നത്. എൻ്റെ ഇവിടെ നമ്മൾ 3 of Swords നേരത്തെ പറഞ്ഞിരുന്നു. സോ ഇവിടെ അവർക്ക് അറിയാം അവർ തെറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെന്നൊക്കെ അവർക്ക് നല്ലോണം അറിയാം. ഓക്കെ, ഇവിടെ എന്താ കാണുന്നതെന്ന് വെച്ചാൽ അഗൈൻ ഇവിടെ അവർക്കൊരു അവരുടെ ഇൻഡിപെൻഡൻസ് പോവോ എന്നുള്ള പേടിയായിരിക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ അവർ ഒരു ഫ്രീഡം അല്ലേ, അവർക്കൊരു ഫ്രീഡം ഉണ്ടാവും. നിങ്ങളുടെ ബന്ധം ഒരുപാട് ഒരു ക്ലോസ് ആവാതെ നമ്മൾ നിലനിർത്തി കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു ഫ്രീഡം ഉള്ള പോലെയാണ്. ഓക്കെ, ആ ഫ്രീഡം നഷ്ടപ്പെടും എന്നുള്ളൊരു പേടിയായിരിക്കാം. എന്ന് മാത്രമല്ല ഇവിടെ ഒരു വാലിഡേഷൻ നോക്കുന്ന പോലെയുണ്ട് എനിക്ക്. അതായത് മറ്റുള്ളവരെ മുമ്പിൽ ഒരു ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, സോ അതൊക്കെ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അവരുടെ ആ ഒരു ഫ്രീഡം, അല്ലെങ്കിൽ അവരുടെ ഒരു മറ്റുള്ളവരുടെ മുമ്പിലുള്ള ഇമേജ് എല്ലാം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനിവിടെ സ്ട്രെങ്ത് അഗൈൻ എനിക്ക് കാണുന്നവർ എല്ലാം ഉള്ളിലാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതവർ വിചാരിക്കുന്ന പോലെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ മാറി നിങ്ങളുടെ അടുത്ത് കൂടുതൽ അടുക്കാതിരിക്കാൻ മാക്സിമം അവർ ശ്രമിക്കുകയാണ്. ഓക്കെ, കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ അവരെ കൺട്രോൾ പോകും എന്നുള്ള പേടിയായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യുമോ എന്നും തോന്നുന്നുണ്ടാവാം. ഇവിടെ പക്ഷേ ജസ്റ്റിസ് ഉണ്ട്. സോ അവർക്ക് അറിയാം അവർ ചെയ്യുന്ന തെറ്റാണ്, നന്നായിട്ട് അറിയാം. ഇവിടെ ഡബിൾ ഉണ്ട്. സേസ് അവർക്ക് നന്നായിട്ട് അറിയാം അവർ ചെയ്യുന്ന തെറ്റാണ് എന്നുള്ളത്. പക്ഷേ എവിടെയോ ഒരു ന്യായം ചെയ്യണം എന്നൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ ന്യായം ചെയ്യുന്നതായിട്ടല്ല കാണുന്നത്. അവർ സിറ്റുവേഷനെ വല്ലാതെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ബിഹേവിയർ. ഓക്കെ, പലതും ഉണ്ടാവും. മേ ബി നിങ്ങളുടെ സിറ്റുവേഷൻ ആരും അറിയരുത് എന്ന രീതിക്കായിരിക്കാം, അതുകൊണ്ടും ആയിരിക്കാം. ബട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് കൂടുതൽ അടുക്കുമ്പോൾ അവർക്കൊരു നല്ല ടെൻഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അവർക്കൊരു ചില കാര്യങ്ങൾ അവരെപ്പോഴും ഒരു ബൗണ്ടറി വെച്ച് തന്നെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് കാർഡ്സ് ഈ ഡെക്കൊന്നുകൂടി എടുത്തേക്കാം. എന്തുകൊണ്ടാണ് പേഴ്സൺ നിങ്ങളോട് ഉള്ളിൽ ഇത്രയും സ്നേഹമൊക്കെ വെച്ച്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഫീലിങ്സ് ഉണ്ട്, ക്വീൻ ഓഫ് കപ്സ് എനർജി അടക്കം വന്നു, ബട്ട് പുറമേ കാണിക്കുന്നില്ല. സോ വൈ അഗൈൻ ഇതിൽ കൂടി നമുക്കൊന്ന് മെസ്സേജസ് ആയിട്ട് കിട്ടുമോ നോക്കാം. ക്ലിയർ മെസ്സേജസ് ആയിട്ട്. ബൗണ്ടറീസ്, യെസ്. നൊസ്റ്റാൾജിക്, ആഹാ. ആങ്കർ, അസെൻഷൻ, ഗെറ്റ് അവേ. ട്വിൻ ഫ്ലെയിംസ് ആവാം. ഓക്കെ, അതും ആവാം അല്ലേ. സോറി, ആ കാർഡ് കാണിക്കാൻ പാടില്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. ആ കാർഡ് ഐ ഹോപ്പ് കാർഡ് ഇതിൽ കാണിച്ച് ശരിയാവില്ല. ഹീലിംഗ്, ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ കാർഡായിരുന്നു ഇവിടെ വന്നത്. നിങ്ങളോടുള്ള ഒരു പാഷൻ്റെ കാര്യം ഞാൻ പറയുന്നു. സദാ അതേ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ നിങ്ങൾ തമ്മിൽ കുറച്ച് പേർക്ക് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാം. അതായത് നിങ്ങൾ തമ്മിൽ അടുക്കുമ്പോൾ നിങ്ങൾ വളരെയധികം പാഷനേറ്റ് ആയിട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും, മീറ്റ് ചെയ്യുന്നുണ്ടാവും. ബട്ട് അതിന് ശേഷം വീണ്ടും പേഴ്സൺ അകന്ന് പോകുന്നുണ്ടാവും. ഓക്കെ, ഇതിൽ ഒരു മെയിൻ കാര്യം ഇവിടെ വന്നിട്ടുള്ള ട്വിൻ ഫ്ലെയിം വന്നിട്ടുണ്ട്. സോ ട്വിൻ ഫ്ലെയിമിൽ പ്രത്യേകിച്ചും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലുക്കിംഗ് ഫോർ സൈൻസ്.
ഓക്കെ, ബൗണ്ടറീസ്, യെസ്, പേഴ്സൺ ബൗണ്ടറി വെക്കുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ ഒന്നുകൂടെയും ബ്ലോക്ക് ചെയ്ത് കാണാം, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു അകൽച്ച മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവാം എന്ന രീതിക്ക് കാണുന്നുണ്ട്. അവർക്കൊരു നിങ്ങളുടെ ചിലപ്പോൾ കോൺടാക്ട് ഇല്ലായിരിക്കാം, കോൺടാക്ട് ഉണ്ടാവാമില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു അകൽച്ച വെച്ച് നിൽക്കുന്ന രീതിയിൽ കാണുന്നുണ്ട്. നോസ്റ്റാൾജിക്, യെസ്, പക്ഷെ അവർ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്താ പറഞ്ഞത്, അവർക്ക് നല്ലോണം മിസ്സിംഗ് ഉണ്ട്. ഓക്കെ, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. 6 of Cups ഫസ്റ്റ് തന്നെ വന്ന അതായിരുന്നു. നിങ്ങളെ ഓർക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവർ ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ ആങ്കർ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹാവിങ് റിസെൻമെൻറ്റ് അണ്ടർ പ്രഷർ. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബിഹേവിയർ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ദേഷ്യങ്ങൾ കൊണ്ടുമായിരിക്കാം. എന്ന് വെച്ചാൽ അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ ഒരു അകൽച്ച കാണിക്കുന്നതായിരിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അല്ലാതെ അവർ പെർമനൻ്റ് ആയിട്ട് നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ട് എന്ന രീതിക്ക് ചിന്തിക്കേണ്ട. എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ അപ്സെറ്റായിട്ട് ദേഷ്യം വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ ഉണ്ടാവാം ഇവിടെ. ഓക്കെ, നമ്മൾ ലൈക്ക് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ സോ അസെൻഷൻ കാണുന്നുണ്ട്. റിസോൾവിങ് ദ പാസ്റ്റ്, ഓവർകമ്മിങ് ഇമോഷണൽ ബ്ലോക്ക്, സ്പിരിച്വൽ റിലേഷൻഷിപ്പ്. യെസ്, നിങ്ങൾ തമ്മിലുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ്. സോ ഇത് മുന്നോട്ട് ബെറ്റർ ആവുകയും ചെയ്യും. ഓക്കെ, ഈ സിറ്റുവേഷൻസ് എന്ത് തന്നെയായാലും അത് ബെറ്റർ ആയിട്ട് വരും. നിങ്ങൾ തമ്മിൽ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. ഗെറ്റ് വേ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് എവിടെയെങ്കിലും ഒരു യാത്ര പോകാനോ എവിടെയെങ്കിലും ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനോ ഒക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട്. സോ ഇവിടെ മേ ബി നിങ്ങൾ തമ്മിൽ റൊമാൻറ്റിക് ആയിട്ട് കുറച്ച് സമയങ്ങൾ വരും എന്നൊരു ഫ്യൂച്ചറിലേക്ക് നമുക്കൊരു ഇത് കിട്ടുന്നുണ്ട്. ട്വിൻ ഫ്ലെയിം ആയിരിക്കാം. ഓക്കെ, സോ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻ ആൻഡ് ഔട്ട് സിറ്റുവേഷൻസ് വളരെ കോമൺ ആണ്. ഈ ഓവറായിട്ട് അറ്റാച്ച്മെൻറ്റ് വരാതെ നിങ്ങൾ അങ്ങോട്ട് അടുക്കുമ്പോൾ അവർ മാറിപ്പോവുക, ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ കോമൺ ആണ്. ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വേറെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആൻഡ് ഇവിടെ ഹീലിംഗ്, യെസ്, ബീങ് മൈൻഡ്ഫുൾ, റിലീസിങ് ഇമോഷണൽ ബാഗേജ്, ക്ലിയറിംഗ് സ്പേസസ്. നിങ്ങളുടെ ഇടയിൽ ഹീലിംഗ്സ് വരും. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഹീലിംഗ് വരും. പക്ഷെ അത് എങ്ങനെയാണ് വരിക? ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് ഈ ഹീലിംഗ് വരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു കുറച്ചുകൂടി ബെറ്റർ ആവുന്നത് എങ്ങനെയാണ്? ഓക്കെ, കാരണം നിങ്ങൾ തമ്മിൽ സോൾ കോൺട്രാക്ട് ആണ്. ഓക്കെ, സോ ഈ ട്വിൻ ഫ്ലെയിം ആണെങ്കിലും ശരി, അല്ലാത്തായാലും ശരി, നിങ്ങളിവിടെ ഒരു സോൾ കോൺട്രാക്റ്റിൻ്റെ സോൾ കണക്ഷൻസ് ആണിത്. ഓക്കെ, അപ്പം നിങ്ങളിതിലൊരു മാറ്റം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരണം. ഓക്കെ, നിങ്ങൾ ആ പേഴ്സണിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കണം. കൂടുതൽ അവരോട് ഓവർ അറ്റാച്ച്ഡ് ആവാതെ നിങ്ങൾ നിൽക്കണം. ഓക്കെ, ഈ ബൗണ്ടറി വെക്കുന്നത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, ഒരു ആ പേഴ്സൺ ഇല്ലാതെ എനിക്ക് പറ്റുകയില്ല എന്നുള്ള ലെവലിൽ നിന്ന് നിങ്ങൾ വേണം മാറി വരാൻ. അങ്ങനെ വന്നാൽ മാത്രമേ ഈ സിറ്റുവേഷനിൽ ചേഞ്ചസ് വരുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻ ആൻഡ് ഔട്ട്, അപ്പ് ആൻഡ് ഡൗൺ നടന്നുകൊണ്ടിരിക്കും. ഇത് നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. സോ എപ്പോഴാണ് മാറ്റം വരിക? ആ മാറ്റം വരാൻ മെയിൻ മാറേണ്ടത് നിങ്ങളാണ്. ഓക്കെ, പേഴ്സണല്ല. അത് മനസ്സിലാക്കാം. എന്ന് നിങ്ങൾ മാറുന്നോ, നിങ്ങളുടെ ഭാഗത്ത് എപ്പോൾ നിങ്ങളിതിൽ ലെറ്റ് ഗോ ചെയ്യുന്നോ, അല്ലെങ്കിൽ എപ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്നോ ദാറ്റ് ഓക്കെ ഞാൻ കൂടുതൽ ഡിപ്പെൻഡ് ആവില്ല, കൂടുതൽ ഓവർ അറ്റാച്ച്ഡ് ആവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് ആ ഒരു ബൗണ്ടറി നിങ്ങളെപ്പോൾ വെക്കാൻ പഠിക്കുന്നോ അപ്പോഴേ ഈ സിറ്റുവേഷൻസിൽ ചേഞ്ച് വരുള്ളൂ ടോട്ടലായിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യും ടിൽ യു ലേൺ യുവർ ലെസൺ. ആൻഡ് നിങ്ങളുടെ ലെസൺ ഇതാണ്, സെൽഫ് ലവ്. ഓക്കെ, നിങ്ങൾ അല്ലെങ്കിൽ ഓവർ അറ്റാച്ച്മെൻറ്റ്, ഓവർ ഡിപ്പെൻഡൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്, അതായത് നിങ്ങൾ ആ പേഴ്സൺ നിങ്ങളെ വിട്ടു പോയെന്നുള്ള പേടി, ഇതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് വരാതെ ഒരു മാറ്റവും നിങ്ങൾ കാണില്ല. ഈ എത്ര റീഡിങ് കണ്ടിട്ടും നിങ്ങൾ കാര്യമില്ല. ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ഇട്ടിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ വന്നില്ലല്ലോ, റിയൂണിയൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നിങ്ങളിൽ മാറ്റം വരുന്നുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ആ ചേഞ്ച് വെറുതെ 2 ദിവസത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇത് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട്, കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചാൽ, നിങ്ങൾ സെൽഫ് ലവിൽ നിൽക്കാൻ സാധിച്ചാൽ, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ റിയൂണിയൻ അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് ഉണ്ടാവൂ. ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. ഞാനിത് പറയുന്നത് അങ്ങനെ ഹീലാവുന്നവർക്ക് വേണ്ടി മാത്രമാണ്. അല്ലാത്തവർക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും വന്ന് റീഡിങ് കാണും, വീണ്ടും വീണ്ടും വന്ന് താഴെ കമൻ്റ് ഇടും, പറഞ്ഞ പോലെ വന്നില്ലല്ലോ, വിളിച്ചില്ലല്ലോ എന്ന് പറയും. ആ വിളിച്ചില്ലല്ലോ, കമൻറ്റ് വന്നില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഐ എം ടെല്ലിങ് യു, വരില്ല, 100% വരില്ല. എന്ന് നിങ്ങൾ ആ പറച്ചിൽ നിർത്തുമോ, ആ കാര്യം പറയുന്നത് നിർത്തിയിട്ട് നിങ്ങൾ എന്ന് സെൽഫ് ലവിലേക്ക് വരുമോ, അപ്പോഴേ അവർ ആ പേഴ്സൻ്റെ ഭാഗത്ത് മാറ്റം നിങ്ങൾ കാണുള്ളൂ. ഞാനിത് എൻ്റെ റീഡിങ് നിങ്ങൾ കണ്ടില്ലെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഓക്കെ, നിങ്ങൾ എവിടെ പോയി എത്ര റീഡിങ് നിങ്ങൾ കണ്ടാലും, ആരുടെ എന്ത് വാക്ക് കേട്ടാലും അവസാനം മാറ്റം നിങ്ങളിൽ വരാതെ ഒരു സിറ്റുവേഷനും ചേഞ്ച് വരില്ല. അത് ഒരു സത്യമാണ്. ഓക്കെ, എനിവേ ഇവിടെ ലുക്കിംഗ് ഫോർ സയൻസ് കണ്ടു ഞാനിപ്പോൾ. ഓപ്പൺ ടു സ്പിരിച്വൽ ഗൈഡൻസ്, വില്ലിംഗ് ടു ആക്സെപ്റ്റ് ദ ട്രൂത്ത്, ട്രസ്റ്റിംഗ് യുവർ ഗട്ട്. ഇത് നിങ്ങൾക്കുള്ള മെസ്സേജാണ്. ഇതാണിപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. നിങ്ങൾ ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ഈ സൈക്കിൾസ് നടക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ഈ പേഴ്സണെ ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നു, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എപ്പോൾ ആ ഒരു കോഡിപെൻഡൻസി മാറുന്നു, ആ പേഴ്സണിന് ഞാൻ അങ്ങോട്ട് ഇത്രയും ചെയ്തു കൊടുത്തു എന്നിട്ടും അവർ വന്നില്ല, അവരെന്നെ കെയർ ചെയ്തില്ല എന്ന് നിങ്ങൾ അത് പറച്ചിലെന്ന് നിർത്തുന്നു, അന്ന് നിങ്ങൾക്ക് പോസിറ്റീവ് ചേഞ്ച് കാണും. ഓക്കെ, ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ സോറി. അപ്പോൾ താഴെ വന്ന് നിങ്ങൾ എന്ത് കമൻറ്റ് ഇട്ടാലും എനിക്കൊന്നും പറയാനില്ല, ഐ എം സോറി. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് വരട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സോ പ്ലീസ്, ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, സെൽഫ് ലവ് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.